മക്കളെ, സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അഥവാ CPASന്റെ 2025 BSc നഴ്സിംഗ്, അതേപോലെ BSc MLT കോഴ്സ്, BPT, BSc മെഡിക്കൽ മൈക്രോബയോളജി, BPharm കോഴ്സുകളുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് LBSൽ അപ്ലൈ ചെയ്തവരാവാം. അപ്പോൾ CPASന്റെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് പകുതി സീറ്റുകളും LBS വഴിയും ബാക്കി പകുതി സീറ്റുകൾ CPAS നേരിട്ടുമാണ് നടത്തുന്നത്. അങ്ങനെ CPASൽ അപ്ലൈ ചെയ്ത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സുകളിൽ ഏതെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, CPASന്റെ എല്ലാ കോളേജുകളിലെയും 50% സീറ്റ് LBSും ബാക്കി 50% CPASുമാണ്. നിങ്ങൾക്ക് ഈ റിമൈനിങ് 50 CPAS നടത്തുന്ന 50% സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഫീസ് ഷെഡ്യൂളും ഡീറ്റെയിലും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ പറയാം. ഇപ്പൊ നിലവിൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്ലൈ ചെയ്യാനുള്ള സമയം നോക്കുക, ജൂൺ 20 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജൂൺ 20 വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട വിധവും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യും. ഇനി ഏകദേശം 10 ക്യാമ്പസുകളിലായിട്ടാണ് പുതുപ്പള്ളി, ചെറുവണ്ടൂര്, മണിമലക്കുന്ന്, നെടുങ്കണ്ടം, പാല, പത്തനംതിട്ട, അങ്കമാലി, കൊട്ടാരക്കര, കാഞ്ഞിരപ്പള്ളി, സീതത്തോട്, ഇങ്ങനെ 10ഓളം ക്യാമ്പസുകളിലാണ് ഇവരുടെ പ്രോഗ്രാം നടത്തുന്നത്. ഇപ്പൊ ഈ പ്രോഗ്രാം, ഈ പാരാമെഡിക്കൽ കോഴ്സസിലെ എല്ലാ പ്രോഗ്രാമും എല്ലാ ക്യാമ്പസിലും ഉണ്ടാവണമെന്നില്ല, അത് ഞാൻ ഡീറ്റെയിൽ പറയാം. അപ്പൊ നിലവില് ഇതാണ് അതിന്റെ തുടക്കം. അതായത് എന്താണ് CPASന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതിന്റെ തുടക്കം മാത്രമാണ് പറഞ്ഞത്. ബാക്കി ഇതിന്റെ ഫീസ് ഷെഡ്യൂളും അപ്ലൈ ചെയ്യേണ്ട വിധവും ഒക്കെ ഇതിന്റെ പിന്നാലെ പറയാം. ഇനി അതിന്റെ സീറ്റ് ഡീറ്റെയിലേക്ക് വരിക മക്കളെ. അതില് കോഴ്സുകൾ പറഞ്ഞു, നഴ്സിംഗ് ഉണ്ട്, MLT ഉണ്ട്, അതേപോലെ BPT ഉണ്ട്, മെഡിക്കൽ മൈക്രോബയോളജി ഉണ്ട്, BPharm ഉണ്ട്. ഞാൻ ഒറ്റ ലിസ്റ്റിൽ എല്ലാം കൂടെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ എഴുതിയതാണ്. ഞാൻ വായിക്കാം. അല്ലെ, നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സാണ്. എലിജിബിലിറ്റി എന്താണ്? 50% മാർക്ക് വേണം. എങ്ങനെ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഇത് 4 കൂടി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് 4 കൂടി ചേർത്ത്, ഓരോന്നിനല്ല 4 കൂടെ ചേർത്ത് 50% മാർക്ക് ഉണ്ടാവണം. ഇനി എല്ലാ നഴ്സിംഗ് കോളേജുകളിലെയും 50% സീറ്റ് ഗവൺമെന്റും ബാക്കി 50% CPASുമാണ്. അപ്പൊ ഇവിടെ ഗാന്ധിനഗറിൽ നോക്കുക, 25 സീറ്റ് ഗവൺമെന്റ് LBS വഴിയാണ്, 25 CPAS വഴിയാണ്. പുതുപ്പള്ളിയില് 25 LBS വഴി, 25 CPAS വഴി. അപ്പൊ നമ്മൾ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത്, CPAS വഴി അപ്ലൈ ചെയ്യുന്നത് ഈ 25കൾക്കാണ്. LBS വഴി ആദ്യത്തെ 25കൾക്ക് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഈ 2 രീതിയിൽ നടക്കും. ഇനി പാലായില് 25 സീറ്റ് LBS, 25 CPAS ആണ്. പത്തനംതിട്ടയില് 25 CPAS വഴി 25 ആണ്. മണിമലക്കുന്ന് 20 സീറ്റ് വീതമാണ്. LBSന് 20, CPASന് 20. നെടുങ്കണ്ടം 30 സീറ്റ് വീതമാണ്. LBS വഴി 30ഉം അതുപോലെ CPAS വഴി 30ഉം. എന്നാൽ കൊട്ടാരക്കരയിൽ നോക്കുക, 40 സീറ്റും LBS ആണ്, CPASന് ഇല്ല. കാഞ്ഞിരപ്പള്ളിയിൽ 40 സീറ്റും LBS ആണ്, CPASിലില്ല. സീതത്തോട് 30 സീറ്റും LBS വഴിയാണ്, CPASിലില്ല. അപ്പൊ ഈ കൊട്ടാരക്കരയും കാഞ്ഞിരപ്പള്ളിയും സീതത്തോടും LBS വഴിയേ ഉള്ളൂ, CPAS വഴിയില്ല. ബാക്കി എല്ലായിടത്തെയും സീറ്റിന്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തു. ഇനി MLT നോക്കുക, 4 വർഷത്തെ കോഴ്സാണ്. 50% മാർക്ക് വേണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്. നഴ്സിംഗ് പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് 4 കൂടി ചേർത്ത് 50% മാർക്ക് വേണം. ആകെ 30 സീറ്റാണ് ഗാന്ധിനഗറിലുള്ളത്. അതിൽ 15 സീറ്റ് LBS വഴി പോവും, 15 സീറ്റ് CPAS വഴി പോവും. ഇനി പുതുപ്പള്ളിയില് 15 സീറ്റ് LBS വഴിയും 15 സീറ്റ് CPAS വഴിയുമാണ്. ഇനിയുള്ളത് മണിമലക്കുന്ന് 15 സീറ്റ് LBS, 15 സീറ്റ് CPAS. പിന്നെയുള്ളത് അങ്കമാലിയിലാണ് 20 സീറ്റ് LBS വഴിയും 20 സീറ്റ് CPAS വഴിയും. ഇനിയുള്ളത് ഫിസിയോതെറാപ്പി BPT ആണ്. 4 വർഷത്തെ കോഴ്സും 6 മാസത്തെ ഇന്റേൺഷിപ്പുമാണ്. 4.5 വർഷത്തെ കോഴ്സാണ്. ഇതിന്റെ ക്രൈറ്റീരിയ നോക്കുക, 50% മാർക്ക് നിങ്ങൾക്ക് ബയോളജിക്ക് മാത്രം വേണം. 50% ബയോളജിക്ക് മാത്രം വേണം. മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചേർത്ത് 50% വേണം തരും. 2 ടൈപ്പാണ് ക്രൈറ്റീരിയ, ബാക്കി പോലെയല്ല. ബയോളജിക്ക് മാത്രം 9% വേണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചേർത്തും 50% വേണം അപ്ലൈ ചെയ്യാൻ. ഗാന്ധിനഗറിൽ 40 സീറ്റ് ഉണ്ട്. 20 സീറ്റ് LBS ഫിൽ ചെയ്യും, 20 സീറ്റ് CPAS വഴിയാണ്. ഇനി അങ്കമാലിയിലാണെങ്കിലും ഇതേപോലെ തന്നെ 20 സീറ്റ് LBS, 20 സീറ്റ് CPAS. ഇനി മെഡിക്കൽ മൈക്രോബയോളജി 4 വർഷത്തെ കോഴ്സാണ്. 50% മാർക്ക് ഉണ്ടാവണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചേർത്ത്, ഇത് 3 കൂടെ ചേർത്ത് 50% മാർക്ക് വേണം. ഗാന്ധിനഗറിൽ മാത്രമേ സീറ്റ് ഉള്ളൂ, 45 സീറ്റാണ്. 45ഉം CPAS വഴിയാണ്, LBSനില്ല. ഇവിടെ 45 സീറ്റേ ഉള്ളൂ, 45ഉം CPAS തന്നെയാണ് ഫിൽ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് BPharm ആണ്. 4 വർഷത്തെ കോഴ്സാണ്. ക്രൈറ്റീരിയ നോക്കുക, 50% മാർക്ക് വേണം ബയോളജിക്ക് മാത്രം.
ബയോളജി പഠിച്ചിട്ടില്ലാത്ത കുട്ടിയാണെങ്കിൽ മാത്സിന് മാത്രം. ബയോളജി അല്ലെങ്കിൽ മാത്സ് ഇതിലേതെങ്കിലും ഒന്നിന് തന്നെ 50% മാർക്കും വേണം. പ്ലസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നും കൂടെ ചേർത്തും 50%. നിങ്ങൾ ബയോളജി പഠിച്ചവരാണെങ്കിൽ ബയോളജിക്ക് മാത്രം 50%, നിങ്ങൾ മാത്സ് പഠിച്ചവരാണെങ്കിൽ മാത്സിന് മാത്രം 50%, രണ്ടും പഠിച്ചവരാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന് 50%, പ്ലസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് ഇത്രയും കൂടെ ചേർത്ത് 3 സബ്ജക്ട് ചേർത്ത് 50%. അപ്പൊ അതിലെ സീറ്റ് നോക്കുക. അതിലാകെ പുതുപ്പള്ളിയിൽ 60 സീറ്റാണുള്ളത്. 30 സീറ്റ് LBS ഫില്ല് ചെയ്യും, 30 സീറ്റ് CPAS ഫില്ല് ചെയ്യും. പിന്നെയുള്ളത് അങ്കമാലിയിലാണ്, അവിടെയും 30 സീറ്റ് LBS ഫില്ല് ചെയ്യും, 30 സീറ്റ് CPAS ഫില്ല് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഗവൺമെന്റ് എത്ര ഫില്ല് ചെയ്യും, CPAS എത്ര ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ CPASന്റെ സീറ്റുകൾ എടുക്കാനാണ് ഇപ്പൊ CPASൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, മറ്റേത് LBS വഴിയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇവിടുത്തെ ഫീസ് ഷെഡ്യൂൾ പറയാനുണ്ട്. ഇനി ഒന്നുകൂടി നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന നഴ്സിംഗ് അല്ലെങ്കിൽ MLT പോലുള്ള കോഴ്സുകൾക്ക് നോ എക്സാംസ്, ഇതിന് പ്രത്യേകിച്ച് എക്സാം ഒന്നുമില്ല. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ +2 മാർക്ക്. ഇത് +2 മാർക്കിന്റെ ബേസിലാണ്. ഓക്കെ, അതിൽ ബിഫാമിന്റെ കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് സ്റ്റേറ്റ് തീരുമാനിക്കുന്ന എലിജിബിലിറ്റി. അപ്പോൾ ഫാർമസിയുടെ എക്സാം ചിലപ്പോൾ ഫാർമസിയുടെ എക്സാം ക്വാളിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ +2 മാർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ നഴ്സിംഗ് ആയിക്കോട്ടെ MLT ആയിക്കോട്ടെ ഇതിന് സെപ്പറേറ്റ് എക്സാം ഇല്ല കേട്ടോ. സാധാരണ ഇപ്പൊ LBS ചെയ്യുന്ന പോലെ നിങ്ങൾ ഹയർ സെക്കൻഡറി മാർക്ക് കൊടുത്ത് അതിന്റെ പേരിൽ ഒരു ബേസിൽ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടാണ് പ്രോസസ് ചെയ്യുക. അപ്പൊ എക്സാം ഇല്ല, ബേസ്ഡ് ഓൺ +2 മാർക്കാണ്. ഇനി ഫീസിന്റെ ഡീറ്റെയിലേക്ക് വരാം. ഇതിന്റെ ഫീസ് ഡീറ്റെയിൽ നോക്കുക. നഴ്സിംഗിന്റെ ഫീസ് ഒരു വർഷത്തേത് ഫസ്റ്റ് ഇയർ ഫീസ് 1,13,325 CPAS വഴി കയറുമ്പോൾ 1,13,325. സെക്കൻഡ് ഇയർ തൊട്ട് അങ്ങോട്ട് 1,02,325. ഫസ്റ്റ് ഇയറിലെ ഫീ ആണിത്. ഇത് പിന്നീട് അങ്ങോട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൻ്റെതാണ്. NRI സീറ്റിലാണെങ്കിൽ 1,24,880 രൂപയും പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ 1,12,880 രൂപയുമാണ്. എന്നാൽ നേരെ തിരിച്ച് SC/ST കാൻഡിഡേറ്റിന് 11,000 രൂപയാണ് പിന്നീടുള്ള വർഷങ്ങളിലില്ല. ഇത് പ്രത്യേകം അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇ ഗ്രാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ് സാങ്ഷൻ ആയാലാണ് പിന്നീട് ഈ ഫീസ് ആനുകൂല്യം ലഭിക്കുക. റൈറ്റ്. MLT കോഴ്സിനാണെങ്കിൽ 1,20,000 രൂപയാണ് ഫീസ് ഫസ്റ്റ് ഇയറിൽ, പിന്നീട് അങ്ങോട്ട് 1,07,500. NRI ആണെങ്കിൽ $ലാണ് പേ ചെയ്യേണ്ടത്. 2,565 രൂപ ഫസ്റ്റ് ഇയറും 2,475 $. ഇത് ഇന്ത്യൻ റുപ്പി അല്ല, $. 2,475 പിന്നീടുള്ള വർഷങ്ങളിലും. SC/ST OEC കാൻഡിഡേറ്റിന് 12,000 പിന്നീട് അങ്ങോട്ട് ഫീസിന്റെ ആവശ്യമില്ല. ഫിസിയോതെറാപ്പി BPT ആണെങ്കിൽ 1,07,480 സെക്കൻഡ് ഇയർ തൊട്ട് 1,03,150. NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ $ൽ 2,145 സെക്കൻഡ് ഇയർ തൊട്ട് 2,128 SC/ST OECക്ക് 12,000 പിന്നീട് ഫീസ് ഉണ്ടായിരിക്കില്ല. മെഡിക്കൽ മൈക്രോബയോളജിയിലാണെങ്കിൽ 76,200 രൂപ ഫസ്റ്റ് ഇയർ, 64,400 $64,400 ആണ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ്. $ൽ NRIക്ക് $1,654 ഫസ്റ്റ് ഇയർ, $1,330 സെക്കൻഡ് ഇയർ തൊട്ട്. SC/ST കാൻഡിഡേറ്റ് 12,000 ദെൻ പിന്നീടുള്ള വർഷങ്ങളിലില്ല. ബിഫാമിനാണെങ്കിൽ 1,37,500 ആണ് സാധാരണ CPASൽ കയറിയാൽ ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയർ തൊട്ട് 1,23,500 ആവും. NRIക്ക് ഇവിടെ CPASന്റെ സീറ്റിൽ റിസർവേഷൻ ഇല്ല. SC/ST കാൻഡിഡേറ്റിന് 12,000 രൂപയും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരിക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞു സ്കോളർഷിപ്പിനനുസരിച്ചാണ് ഈ ബാക്കി തീരുമാനിക്കപ്പെടുക. ബാക്കി ഞാൻ അതിന്റെ ഫീസ് പറഞ്ഞു. ഓരോ കാറ്റഗറിക്കും CPASൽ കയറിയാൽ എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ഇയർ എത്ര, സെക്കൻഡ് ഇയർ തൊട്ട് എത്ര, NRI കാൻഡിഡേറ്റ് കയറിയാൽ ഫസ്റ്റ് ഇയർ എത്ര, സെക്കൻഡ് ഇയർ തൊട്ട് എത്ര, SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ എത്ര എന്നൊക്കെ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ എലിജിബിലിറ്റി മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നു. ഓൺലി കേരളൈറ്റ് ക്യാൻ അപ്ലൈ, അതായത് കേരളീയരായവർക്ക് മാത്രം. അതിന് കേരളത്തിൽ ജനിക്കണമെന്നില്ല, പേരൻസ് കേരളത്തിൽ ജനിച്ചാലും മതി. അങ്ങനെ കേരളീയരായവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്തത് NCL, EWS, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള നമ്മൾ LBSന് അപ്ലൈ ചെയ്തപ്പോൾ ഉപയോഗിച്ച അതേ ഡോക്യുമെന്റുകൾ നിങ്ങൾക്ക് ഇവിടെയും ഉപയോഗിക്കാം. റിസർവേഷൻ ആസ് പെർ സ്റ്റേറ്റ് നോംസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സീറ്റിൽ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് EWSനുണ്ടാവും. മുസ്ലിം കാറ്റഗറി, ഈഴവ കാറ്റഗറി, അതേപോലെ കുടുംബി, കുശവൻ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ഇങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ കീമിൽ പറയുന്ന എല്ലാ റിസർവേഷൻസും ഇവിടെയും ബാധകമാണ്. ഇനി 10% സീറ്റ് റെസിഡൻസിന് റിസർവേഷനാണ്. ഏത് റെസിഡൻസിനാണെന്ന് കൂടി പറയുന്നു. അതിന് ഡീറ്റെയിൽ എല്ലാ കോളേജുകളിലും ഇല്ല. ഇപ്പൊ പുതുപ്പള്ളി സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ SMEയില് പുതുപ്പള്ളിയിൽ അയർക്കുന്നം, അകലക്കുന്നം, മണർകാട്, കൂരോപ്പട, മീനടം, പള്ളിക്കത്തോട്, പാമ്പാടി, പനച്ചിക്കാട്, വാകത്താനം, വിജയപുരം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ടവർക്ക്, ഇത്രയും ഗ്രാമപഞ്ചായത്തിൽപ്പെട്ടവർക്ക് പുതുപ്പള്ളി SMEയുടെ 10% സീറ്റ് റിസർവേഷൻ ഉണ്ടാവും. എന്നാൽ നേരെ തിരിച്ച് നെടുങ്കണ്ടം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഉടുമ്പൻചോല താലൂക്കിൽപ്പെട്ടവർക്കാണ് ആ 10% സീറ്റ് കിട്ടുക. ഇനി പാലായിലെ CPASന്റെ സെന്ററിൽ
പാലാ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ടവർക്ക് അതേപോലെ പല മുനിസിപ്പാലിറ്റിപ്പെട്ടവർക്ക് മാത്രമല്ല പാലാ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ മരങ്ങാട്ടുപള്ളി, കരൂര്, മുത്തോലി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ടവർക്കും ഒക്കെ ആയിട്ട് 10% സീറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. അതേപോലെ മണിമലക്കുന്ന് സെന്ററിൽ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന് 10% സീറ്റ് റിസർവേഷനാണ്. അത് റെസിഡന്റ് റിസർവേഷനാണ്. ഇനി എക്സ് സർവീസ് കാറ്റഗറിക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. അതിന് ജില്ലാ സൈനിക് ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ 5% സീറ്റ് NRI കോട്ടയാണ്. NRI കോട്ട ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാസ്പോർട്ടിന്റെ കോപ്പി വേണം, വിസയുടെ കോപ്പി വേണം. വിസയിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽ ഇല്ല എങ്കിൽ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് വേണം. കുട്ടിയുമായിട്ട് നേരിട്ട് റിലേഷൻ ഇല്ല, അച്ഛനും അമ്മയൊന്നും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഇത്രയും NRI കോട്ടയ്ക്കും വേണം. ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് കൂടി പറയാം. ഓക്കെ, ഇനി ഫൈനലി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ടൈറ്റിൽ നോക്കുക, ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യാം. ആദ്യം നിങ്ങൾ cpass.ac.in എന്നുള്ള സൈറ്റിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ സൈറ്റ് നോക്കുക, cpass.ac.in. അതിൽ അഡ്മിഷൻ 2025 എന്ന ഒരു ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ cpassadmission.com എന്നുള്ള ഒരു സൈറ്റിലേക്ക് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ cpass അഡ്മിഷൻ കൊടുത്തും കയറാം. ഇത് നിങ്ങൾ ഫോണിൽ ചെയ്യാതിരിക്കുക, നിങ്ങളൊരു കഫേയിൽ പോയി ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വൈഫൈ കണക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നും ചെയ്യാം. ഫോൺ എന്തായാലും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ഇനി cpass അഡ്മിഷൻ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ച് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഇമെയിലും മുമ്പത്തെ രജിസ്ട്രേഷന്റെ സമയത്ത് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഉണ്ടാവും, അക്കാഡമിക് ഇൻഫർമേഷൻ 10ന്റെയും +2ന്റെയും ഒക്കെ മാർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക എന്നൊരു ഓപ്ഷനാണ്. ആ ഡോക്യുമെന്റ് നിങ്ങൾ PDF ആയിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ ചെയ്യാം. PDF ആയിരിക്കും ബെറ്റർ. മാക്സിമം 512 KB താഴെ നിൽക്കണം. ദെൻ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം? SSLC അപ്ലോഡ് ചെയ്യണം, +2 അപ്ലോഡ് ചെയ്യണം, റിസർവേഷൻ ഡോക്യുമെന്റ്, NCL ആണെങ്കിൽ NCL, അല്ലെങ്കിൽ EWS ആണെങ്കിൽ EWS, കമ്മ്യൂണിറ്റി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി. അതായത് LBS നമ്മൾ എന്ത് ഡോക്യുമെന്റ് ആണോ അത് തന്നെ ഇവിടെയും ഉപയോഗിക്കാം. പിന്നെ നേറ്റിവിറ്റി, അതിന് നിങ്ങൾക്ക് SLC അതായത് LBS കൊടുത്ത അതേ നേറ്റിവിറ്റി ഉപയോഗിക്കാം. NSS ഉണ്ടെങ്കിൽ അത്, NCC ഉണ്ടെങ്കിൽ, എക്സ് സർവീസ് ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ടാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് UGയുടെ മാത്രം കേസാണ്, BEdന്റെയോ അല്ലെങ്കിൽ PGയുടെയോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ UG ആയിരിക്കും ചെയ്യുക. ഓക്കെ, ദെൻ ചൂസ് കാറ്റഗറി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ജനറൽ ആയിട്ടും അപ്ലൈ ചെയ്യാം, NRI ആയിട്ടും അപ്ലൈ ചെയ്യാം. രണ്ട് രീതിയിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇത് രണ്ടും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ചെയ്യണം, രണ്ടും സെപ്പറേറ്റ് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ജനറൽ വേറെയും NRI വേറെയും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ടാണ് പേ ദ ഫീ. ഫീ പേ ചെയ്യുമ്പോൾ ജനറൽ കാറ്റഗറി 800 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. ഇത് റീഫണ്ടബിൾ അല്ല. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 400 രൂപയാണ് ഫീ. ഇനി NRI കാറ്റഗറി ആണെങ്കിൽ ഇത് കൂടാതെ ജനറൽ കാറ്റഗറിയിൽ 800 കൂടാതെ ഒരു 2500 രൂപ കൂടി അഡീഷണലി പേ ചെയ്യേണ്ടി വരും. അതാണ് പേ ദ ഫീ. അപ്പൊ നിങ്ങൾ ഇവിടെ ജനറൽ മാത്രമാണെങ്കിൽ 800 അല്ലെങ്കിൽ 400 ആണ്. NRI ആണെങ്കിൽ ഇതും +2500 വരും. ഇത് ഓൾമോസ്റ്റ് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ പേയ്മെന്റും സക്സസ്ഫുൾ ആയാൽ, അപ്ലിക്കേഷൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയാൽ നിങ്ങൾക്ക് പ്രിന്റ് ദ അപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡു നോട്ട് സെൻഡ് ദ കോപ്പി. ഇതിന്റെ ഒരു കോപ്പി നിങ്ങൾ CPAS അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പ്രിന്റ് ചെയ്ത് വെച്ചാൽ മതി, ബാക്കി ഡീറ്റെയിൽ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് പല സ്റ്റെപ്പായിട്ടാണ് ഇത് പറഞ്ഞു തീർത്തത്. ഏതൊക്കെ ക്യാമ്പസുകൾ ഉണ്ടെന്ന് പറഞ്ഞു, കോഴ്സുകൾ ഏതാണെന്നും അതിന്റെ ഡ്യൂറേഷൻ എന്താണെന്നും ഫീസ് എന്താണെന്നും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രോസ്പെക്ടസിൽ വന്ന എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും മെൻഷൻ ചെയ്തു. ഇനി ഇതിന് പിന്നാലെ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്നതിന് പകരം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാക്സിമം നേരത്തെ നിങ്ങളിലേക്ക് അതിന്റെ ആൻസർ എത്തിക്കാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.